അപ്പം പിച്ചിയ ബെറീസും ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. കാട്ടിൽ നിന്ന് പിച്ചിയ റാസ്ബെറിയുമായിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിത് മഷ്റൂം നോക്കി പിറ്റേ ദിവസവും ഒരു കാട്ടിൽ വന്നതാണേ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദേ ഇവിടെ ആണെങ്കിൽ ഒരു വീട്, ഒരു പൊട്ടിപ്പൊളിഞ്ഞ പഴയ വീട്. ഇതാ കണ്ടോ, ആരെങ്കിലും വരാറുണ്ടായിരിക്കും വെച്ചേ ഈ ഹൊറർ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്തെങ്കിലും. അതിനകത്തോട്ട് ആരും പോയേക്കുന്നതായിട്ട് പ്രത്യേകിച്ചൊന്നും വഴിയൊന്നും. അതെ, ഒത്തിരി ഇങ്ങനെ ഡീപ്പായിട്ടുള്ള കാട്ടിലോട്ടാണ് വന്നത്. പൊട്ടിപ്പൊളിഞ്ഞ വീടാ, അതിനകത്ത് വഴിയില്ല, വഴി തീർന്നു. ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ കുറച്ച് സമയത്തേക്കെങ്കിലും ഇങ്ങനെ കാട്ടിൽ വരാറുണ്ട്. പക്ഷെ വരുമ്പോഴത്തേക്കെല്ലാം നമ്മൾ നോക്കുന്നത് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ മഷ്റൂം തന്നെയാണ്. ഇത് കണ്ടോ, ഇവിടെയെല്ലാം ഒരുപാട് വെറൈറ്റി മഷ്റൂംസ് ഉണ്ട്, പല ടൈപ്പിലെ പല നിറത്തിലെ ഒക്കെ കാണാം. പക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന സാധനം നമുക്ക് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ വരുമ്പോഴും പല ദിവസങ്ങളിലായിട്ട് നമുക്ക് പല പല കാര്യങ്ങൾ കണ്ടു കിട്ടുന്നുണ്ട്. അതിലൊന്നാണ് ദേ ഈ റാസ്ബെറി. ദേ ഇവിടെ ആണെങ്കിൽ നിറയെ റാസ്ബെറി പിടിച്ച് നിൽപ്പുണ്ടേ. അപ്പോൾ നമ്മളത് പിച്ചാനായിട്ട് വന്നതാണ്. കുറേ എല്ലാം പിച്ചി എടുത്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നുണ്ടോ, ഇതിനകത്തൊക്കെ ഉണ്ട്, അതിനകത്തോട്ടൊക്കെ കയറണം. നമ്മളെന്തായാലും കുറച്ച് കൈ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഏവക്കുട്ടന് കൊതി തീർക്കാൻ വേണ്ടി മാത്രം ഇതിൻ്റെ അടിയിൽ ഒരെണ്ണം നിൽപ്പുണ്ട്, അതുകൂടെ പിച്ചട്ടെ. ഇത്രയും നമുക്ക് കിട്ടി. ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഭാഗത്തും കുറച്ചൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഉണ്ടോ, കാട്ടിനകത്തോട്ടൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടേ. പക്ഷെ അവിടെ നമുക്കോട്ട് കയറി പിച്ചാൻ പറ്റുന്നില്ല, കാരണം ഇവിടെ ഒരു വലിയ കുഴിയാണ്. പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ കൈ കിട്ടിയതെല്ലാം ഇങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി റാസ്ബെറീസ് ആണ് കണ്ടോ. അതെ, നമ്മുടെ കാട്ടിൽ നിന്ന് പിച്ചിയ റാസ്ബെറിയുമായിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ചിലതൊക്കെ നല്ല, ഒരെണ്ണം താഴെ പോയി. ചിലതൊക്കെ നല്ല വലിയ സൈസാണേ. അപ്പം അതേ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി. വിനോദ ബാക്കി പിച്ചാനുള്ളത് പിച്ചി എടുക്കുന്നു. എന്നാ കൂട്ടാ കഴുകിയത്, ഇത് കഴിക്കുക, അതിലിട്ടേരത്. ഈ റാസ്ബെറി കൊണ്ടുവന്ന് അച്ഛനും മോളും കൂടെ യോഗർട്ടിനകത്തിട്ട് കഴിക്കാൻ പോവാണ്. ആദ്യം കുറച്ച് കഴിച്ച് രണ്ടുപേരും കൂടെ യോഗർട്ടിനകത്തിടാൻ പോവാ. ഗ്രീക്ക് യോഗർട്ട് ആഡ് ചെയ്തു, ലേശം പഞ്ചസാര. അതെ, മിക്സ് മിക്സ് മിക്സ്. കളർ മാറിയണ്ടോ? ഏകൂട്ട നല്ലോണം മിക്സ് ചെയ്യടാ, നല്ലോണം മിക്സ് ചെയ്യ. എങ്ങനെയുണ്ടടാ? എങ്ങനെയുണ്ട് അച്ഛൻ? എന്താ ചെയ്യുവാ ഏകൂട്ട? തിയത്തോക്കോനെ ജോലി ചെയ്യുവാണോ? ഓക്കെ, കുഞ്ഞ് ലാപ്ടോപ്പിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നമ്മൾ ഈ ഫോൺ വെക്കത്തില്ലേ, അതിന്റെ സ്റ്റാൻഡിൽ എന്തൊക്കെയോ ചെയ്യുമോ. ഓക്കെ ഓക്കെ, കുഞ്ഞെന്തോ വർക്ക് ചെയ്യുവാണ് കേട്ടോ കമ്പ്യൂട്ടറിൽ, അതായി കാണിക്കുന്നത്. എല്ലാം കോപ്പി പേസ്റ്റാ. ഇതേ നമ്മൾ നാരങ്ങ അച്ചാർ ഇട്ട് വെച്ചതാ. എന്തെങ്കിലും ഒരു അച്ചാർ എപ്പോഴും. ഓക്കെ, മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? ഡേറ്റ്സ്, ഈന്തപ്പഴം. ഈന്തപ്പഴത്തിന്റെ തൊലി പൊളിച്ചതും പിന്നെന്താ ചെയ്തേവാ? മസാലയും പൊടിച്ചത് അല്ലേ? മസാല ബീഫിന് വേണ്ടിയാ പൊടിച്ചത്. ബീഫ് കറി റെഡി ആവുന്നു. ആണോ, ഉലുവയും കടുകുവാണോ? ആ, എങ്കിൽ ഉലുവയും കടുക് ഇതിന് വേണ്ടിയിട്ടാ. അപ്പൊ ഇത് നമുക്കിങ്ങനെ അതെ കയ്യാലത്തെ ക്യൂടെക്സും കൂടെ ഒന്ന് കാണിച്ചു. മോര് കാച്ചതേ വേണോ? ഈന്തപ്പഴം നാരങ്ങയും കൂടെ അച്ചാറിട്ടത് നമ്മുടെ ബിരിയാണിയുടെ കൂടെയും കപ്സയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അച്ചാറാണിത്. അടിപൊളി, നല്ല ചെറിയ മധുരമൊക്കെ ഉള്ള ഒരു അച്ചാർ, നാരങ്ങ അച്ചാർ അല്ലേ ഏവാ? ഏവയ്ക്ക് ഇഷ്ടമാണോ? അതെ, ഏവയ്ക്ക് മാങ്ങ അച്ചാറാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? ഏവയ്ക്ക് മാങ്ങ ഇങ്ങനെ കഴുകി കൊടുക്കണം കഴിക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഏവയ്ക്കാണ് ബീഫ് കറി അതും ഇതൊക്കെ എടുക്കുമ്പോ എല്ലാം കഴുകി കൊടുക്കണം അല്ലേ? ആ, ചിക്കൻ എല്ലാം പല്ലേ കയറും, അത് ഭയങ്കര ദേഷ്യമോ കുഞ്ഞിന്. ഓക്കെ, കുഞ്ഞ് ബിസിയാ, ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക. അച്ഛയും ഭയങ്കര ബിസിയാണ്, അച്ഛയും വർക്ക് ചെയ്തോണ്ടിരിക്കുക. അതെ, ഏവക്കുട്ടിന് മോര് കാച്ചി എടുക്കണം നമുക്ക്. അവള് മോര് കാച്ചിയതും കൂട്ടിയേ കഴിക്കത്തുള്ളൂ, ബീഫ് കറി ഒന്നും കൂട്ടി അവള് കഴിക്കത്തില്ല. അവൾക്ക് മോരുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കും, പിന്നെ പരിപ്പ് കറി, ഇതൊക്കെയാ ഭയങ്കര ഇഷ്ടമുള്ളത്. ഞങ്ങളുടെ ബോസാ. ഓക്കെ, ബോസ് ജോലി ചെയ്യും. ജോലി ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും കൊടുക്കണം. സ്മൂത്തി, മോര്, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ആഹാരം, അതെ എന്തെങ്കിലും കൊടുക്കണം. ദൈവമേ, ബോസ് ഞങ്ങളെ വഴക്കൊക്കെ പറയണേ അല്ലേ? അല്ലേ, ബോസ് ഇടയ്ക്കിടയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് മുഖത്തെല്ലാം തേച്ച് വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. സമയമില്ല വൃത്തിയാക്കാൻ, അതാണ്. ഓക്കെ, ബോസ് കുടിക്കും ബോസ്. ആ, കുടിച്ചു നോക്കൂ. എങ്ങനുണ്ട്? സൂപ്പർ അല്ലേ?
ഓക്കെ. അപ്പൊ ഏവക്കുട്ടന് ഇതാ ഫുഡ് കൊടുത്തു. ബീഫാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വേവിച്ച ബീഫാണ് കൊടുത്തേക്കുന്നത്. മോര് കുടിക്കാനും എടുത്തിട്ടുണ്ട്. ബീഫ് നമ്മൾ കറി ആക്കിയില്ല, ജസ്റ്റ് വേവിച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ച് കഴിഞ്ഞപ്പോൾ അതാണ് ഏവക്കുട്ടന് കഴിക്കാൻ കൊടുക്കുന്നത്. അച്ചാർ വേണോ? തുള്ളി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെളിയിലോട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ദാ കുറ്റാക്കുറ്റിരുട്ട്. അങ്ങനെ നമുക്ക് രാത്രിയിൽ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം നല്ല ഡാർക്കായിട്ടുള്ള ഇരുട്ട് കണ്ടോ. അയ്യോ എൻ്റെ പൊന്നെ, ഞാനാണ് വെറുതെ ഒന്ന് ഡോറ് തുറന്ന് നോക്കിയതാ. നല്ല ഇരുട്ടായിട്ടുണ്ട് ഇന്ന്. പിന്നെ മഴക്കാറും ഒക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ആകാശത്താണെന്നുണ്ടെങ്കിൽ കണ്ടോ സ്റ്റാർസ് ഒന്നുമില്ല. എന്നാലും അടച്ചേക്കട്ടെ. സമയം എന്താ 2 മണിയായി. ഉറങ്ങാൻ പോവാ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുബൂസും ബീഫ് കറി, ചായ. എങ്ങനെയുണ്ട് കുബൂസ് കഴിച്ചിട്ട്? സൂപ്പർ. കൂട്ടാ ഇനി എന്തെങ്കിലും കഴിക്കണം കേട്ടോ. അത് കഴിയുമ്പോൾ പൊറേജ് ഉണ്ടാക്കി തരട്ടെ. പിന്നെ എനിക്ക് ചോറുണ്ടോ ഇച്ചിരി കഴിഞ്ഞ ഉടനെ? ഓക്കെ. മോരും കൂട്ടി ചോറ്. അതെന്താ? അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളിത് ഇന്നും കാട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മഷ്റൂം തേടി. ഇന്നും നമുക്കത് കണ്ടെത്താനായില്ല. രാത്രിയില് ഫുഡ് ഉണ്ടാക്കും അല്ലേ? അതെ. ചിക്കൻ, ചെറിയ ചിക്കൻ. കറിയൊന്നും ഇല്ലായിരുന്നേ. പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ ഉണ്ടായിരുന്നു, പീസാക്കി വെച്ചിരുന്ന ചിക്കൻ. ഞാൻ ഫ്രൈഡ് റൈസ് വെക്കാന്ന് കരുതി വാങ്ങിച്ചതാ. പിന്നെ അതിപ്പോ കറി പോലെ ഫ്രൈ പോലെ. ആക്ച്വലി ഇത് ഫ്രൈ ആണ്. ഗരം മസാല ഇട്ടാൽ നല്ലതായിരിക്കും. വേണോ ഗരം മസാല? ഇങ്ങനെ ഇങ്ങനെ കഴിക്കാവോ? ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇച്ചിരി ഗരം മസാല ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടാം. ഓക്കെ. അപ്പം മസാല പൊടിക്കാനായിട്ട് മസിൽ പിടിച്ചതന്നെ. അതെ, അടുത്ത ആള് കയറി. ആ ഓഹോ, ഏവക്കൂട്ടന്റെ മസിൽ പിടുത്തു. ഞാനാ പഠിച്ചെന്ന് പറയും. അതാ കൃഷി ചെയ്തത്. അത് അങ്ങനെ തന്നെ. കൃഷിയെല്ലാം ചെയ്തത് ഞാനാണ്. കുറച്ചേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. വിനോദിനാണെങ്കിൽ എല്ലാം കണ്ണു തള്ളിയിരിക്കണം, നിറയണം. എനിക്ക് ആവശ്യത്തിന് തിന്നില്ലേലും നിറയെ പാത്രം നിറച്ച് കാണണം. ചേട്ടാ കുറച്ച് ചോറിടട്ടെ, മോരും കൂട്ടി കഴിക്കാൻ. മോരെല്ലാം തീർന്നു. മോര് മൊത്തം ഏവക്കൂട്ടം കഴിച്ചു തീർന്നു. അതെ അതെ, ഏവക്കൂട്ടം ചോറ് തന്നു മോരും കൂട്ടി. പോഞ്ഞിക്കറിയാ. നമ്മള് കല്യാണരാമൻ കാണുമല്ലായിരുന്നോ ഇന്നലെ? കല്യാണരാമൻ കണ്ടോണ്ടിരിക്കുന്നത്. നല്ല സിനിമ, എത്ര കണ്ടാലും മടുക്കത്തില്ലല്ലോ. തഗ്ഗ ഫുള്ള്. ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് എന്തോ വെച്ചേ? കുബൂസും പരിപ്പ് കറി. ഇന്നലെ എന്തായിരുന്നു? കുബൂസും ബീഫ് കറി ഇന്നലെ. ഇന്ന് കുബൂസും പരിപ്പ് കറി. ഗൾഫിലൊക്കെ വെച്ച് വിനോദ് സ്ഥിരം കഴിക്കുന്ന സാധനമായിരുന്നു കുബൂസ്. ഗൾഫിലുള്ള എല്ലാരും കഴിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു അല്ലേ കുബൂസ്? കമ്പനിയിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരൊക്കെ. അപ്പൊ നമുക്കും ഇന്ന് കുബൂസാണ്. ഏവക്കൂട്ടം കഴിച്ചില്ല കേട്ടോ, ഏവയ്ക്ക് ചവയ്ക്കാൻ വയ്യ. അവള് ബിസ്ക്കറ്റും ചായയും കഴിച്ചു. ഒന്ന് വേണ്ടെന്ന് പറഞ്ഞു രാവിലെ. ഇപ്പൊ 2 ദിവസം കൊണ്ട് ബിസ്ക്കറ്റും ചായയാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. ഇന്ന് കുറച്ച് കഴിയുമ്പോ പിന്നെ എന്തായാലും കഴിക്കും. ഏവക്കൂട്ടൻ ഇത്രയും തനിയെ ചെയ്തതാണ് കേട്ടോ. ഇത് ടൈഗറാ. കുഞ്ഞ് തന്നെ ചെയ്തതാണ് ഈ പസിൽസ്. ഇത് 500ന്റെ ഫസിൽസ് ആണ്. 500 പീസസ് ഉണ്ട് ഇതില്. അതിന്റെ അകത്ത് കുഞ്ഞതുണ്ട്. കുഞ്ഞ് ടൈഗർ ഉണ്ടല്ലേ? അത് വലിയ ടൈഗർ. അപ്പൊ കുഞ്ഞ് അത് നോക്കി പടം നോക്കി 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 ചെയ്യുന്നയാ. എനിക്ക് പോലും ഇത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പാടാണ് പസിൽസ് ചെയ്യാനായിട്ട്. പക്ഷെ ഏവക്കൂട്ടം നല്ലോണം ചെയ്യും. ഇല്ല, എനിക്കറിയത്തില്ല. എനിക്ക് ഏവയുടെ അത്രയും ബുദ്ധിയൊന്നും ഇല്ല. എല്ലാം പാടാ. പക്ഷെ ഏവക്കൂട്ടൻ ഇത് ഇത്രയും ചെയ്തെന്ന് പറയുന്നത് അല്ലേ ചേ? അതെ അതെ, ഭയങ്കര പാടാണ്. എന്നിട്ടാണ് ഏവക്കൂട്ടൻ ഇത് ചെയ്യുന്നത്. അപ്പൊ ഏവക്കൂട്ടൻ എല്ലാ പീസസും ഇവിടെ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുവാണ്. എന്നിട്ട് പതിയെ പതിയെ കണ്ടുപിടിച്ച് എടുത്ത് വെക്കുന്നുണ്ട് അവള്. അവന് ഇച്ചിരി ഉള്ളു. ഇത്രയും തന്നെ കുഞ്ഞ് ചെയ്ത് തീർത്തു. അപ്പൊ ഇനി കുറച്ചും കൂടെ ഉള്ളു. അതോടെ ചെയ്ത് തീർക്കുമ്പോൾ എല്ലാ ദിവസവും കുറച്ച് ഫ്രീ ഇങ്ങനെ ആകുന്ന സമയത്ത് കുഞ്ഞ് കളിച്ചെല്ലാം ബോറടിക്കുന്ന സമയത്ത് വന്നിരുന്ന് ഇത് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ചെയ്യുമല്ല, പറ്റത്തില്ല. അതാ കണ്ടോ, ആ പീസ് അവള് കണ്ടുപിടിച്ച് വെച്ചാ കണ്ടോ. നമ്മളിവിടെ സംസാരിച്ചോണ്ടിരിക്കും, അവളത് കണ്ടുപിടിച്ച് വെക്കുകയും ചെയ്യും. ഇന്നാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഒരുമാതിരി മൊത്തം മഴക്കാറും
മഴയും പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് ചാറുന്നുണ്ട്. 2-3 ദിവസമായിട്ട് ഫുൾ മഴയാണ്. വെളിയിലെല്ലാം ഇങ്ങനെ തണുപ്പും കാറ്റും, അത് കാരണം വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ ഇങ്ങനെ ഇരിക്കും. ഓട്ടം സീസൺ ആവാനുള്ള തുടക്കമൊക്കെയാണ്. ബ്ലാക്ക് കറന്റ് പിച്ചണോ? ഓക്കെ, നമ്മുടെ ബ്ലാക്ക് കറന്റ് എല്ലാം പഴുത്ത് കിടക്കുന്നു. അപ്പൊ ഏവക്കൊണ്ടും പറയുന്നത് നമുക്ക് ബ്ലാക്ക് കറന്റ് പിച്ചാണ്. അതല്ലോ, ഒത്തിരി വലുതായി. അപ്പൊ അത് പോയി പിച്ച അല്ലേ? ഏവയ്ക്ക് പാത്രം ഇല്ലേ? ഏവയുടെ പാത്രം എന്തേ? അപ്പൊ അച്ഛനും മോളും കൂടെ ഇതാ നമ്മുടെ ബ്ലാക്ക് കറന്റ് എല്ലാം പഴുത്ത് കിടക്കുവാണേ. അത് പിച്ചാനായിട്ട് വന്നതാ. നോക്കിക്കേ, ഇത്രയും ദിവസം നല്ല വെയിലുണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞതാ പിച്ചാൻ. ഇപ്പം എന്തേ തണുപ്പും കാറ്റും ചെറിയ ചാറ്റമഴയൊക്കെയായി. അന്നേരമാണ് രണ്ടുപേരും ഇവിടെ ഇറങ്ങിയേക്കുന്നത്. അല്ലേലും പറയുന്നതൊന്നും കേൾക്കത്തില്ലല്ലോ. ഇപ്പം ദേ വീണ്ടും മഴ ചാറാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് പഴുത്തിട്ട് ഇങ്ങനെ അട്ടു പോകാൻ തുടങ്ങും. അതെ, നല്ല വലിയത് നോക്കി പിച്ച്, ചെറുതെല്ലാം അവിടെ കിടക്കട്ടെ. എന്റെയാണ് ഈ ക്യാമറയുടെ പുറകിലത്തെ ആ ലെൻസിന്റെ അത് പൊട്ടിയിരിക്കും അച്ഛേ. ഇതല്ല, ഒരു 3 ലെൻസ് ഉണ്ടല്ലോ നമ്മുടെ ക്യാമറയുടെ, അതിനകത്ത് ഒരെണ്ണത്തിന്റെ കവർ പൊട്ടിയിരിക്കുക. എന്തൊരു തണുപ്പ്. ഞാൻ രണ്ടുപേരും ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഓർത്തില്ലല്ലോ ഇപ്പൊ മഴ ചാറുന്നുണ്ടെന്ന്. ഞാൻ നിങ്ങളുടെ പുറകെ ഇറങ്ങി വന്നതാ. അപ്പൊ ഇതും പിച്ച് നമുക്ക് ജാമാക്കാം അല്ലേ? ഇതിന് നല്ല മധുരമോ, ഒരുപാട് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. അയ്യോ, ഭയങ്കര വലുത്. എന്തൊരു വലുതാന്ന് നോക്കിയത് ഉണ്ടോ? നമ്മുടെ ബ്ലൂബെറിയെക്കാട്ടും ഒക്കെ വലുതാ. നല്ല മധുരമാ. ഞാനേ ജാക്കറ്റ് ഇട്ടുകൊണ്ട് വന്നിരുന്നത് നല്ലതായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് തണുക്കും. വിറയ്ക്കാൻ തുടങ്ങി ഇപ്പം തന്നെ. ഓഹോ, തണുപ്പായി ഓൾമോസ്റ്റ്. ഒരു വൃത്തികെട്ട കാലാവസ്ഥ തുടങ്ങാൻ പോവാ ഇനി. തണുപ്പും കാറ്റും ഇരുട്ടും അല്ലേ? അപ്പം ഓട്ടം അങ്ങോട്ടായി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം പല കളറിലെ ചെടികളും, ഓറഞ്ച്, ചുമല, പിന്നെന്തുവാ പച്ച, ഒരു മിക്സഡ് കളറാ. നല്ല ഭംഗിയായിരിക്കും കാണാനൊക്കെ. അത് കഴിഞ്ഞ് കഴിയുമ്പോ ഇലയെല്ലാം കൊഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കോ പിന്നെ ശോകമുഖമായിട്ടുള്ളൊരവസ്ഥയാ. ഭയങ്കര സങ്കടം വരും. പിന്നെ നമ്മൾ ബിസി ആയിട്ടിരിക്കണം എപ്പോഴും, ഭയങ്കര ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ആയിരിക്കും ഈ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ. അപ്പൊ ഏവക്കൂട്ടം പിച്ചി ഇട്ടുകൊണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തോട്ട്. ഈ ഭാഗത്തൊക്കെ ഇതിന്റെ അടിയിലോട്ട് നോക്കുമ്പോഴത്തേക്കാണ് വലിയതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. മുകളിൽ നിൽക്കുന്നതൊക്കെ ചെറുതാന്ന് തോന്നുന്നു, പക്ഷെ അടിയിൽ ഇങ്ങനെ 1ഉം 2ഉം ഒക്കെ ആയിട്ട് നിൽക്കുന്നത് നല്ല വലിപ്പമുള്ളതാണ്. ഏവ പിച്ച് തിന്നുവാ കൂടുതലും. ഉണ്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഈ ആടിൽ നിൽക്കുന്നതിൽ ഏറ്റവും നല്ല ബെറിയായി ഈ ബ്ലാക്ക് കറന്റ്. നമുക്ക് ഏറ്റവും ഇഷ്ടമാണിത്. നമ്മളിവിടെ പുല്ലെല്ലാം വെട്ടി വൃത്തിയാക്കി ഇട്ടേക്കുമായിരുന്നു ഇത് പിച്ചാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും പുല്ലെല്ലാം അങ്ങ് മുളച്ച്. അത്രയും ദിവസം നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് പിച്ചിയില്ല. ഇപ്പം എന്തേ മഴയും കാറ്റും ഒക്കെ ആയപ്പോഴത്തേക്ക് ഇപ്പോഴും വെറുതെ ഇരിക്കുവാ. എന്തോരം പിച്ചെന്ന് നോക്കിയേ, കണ്ടോ? ആ, ഉൾഭാഗത്ത് കണ്ടോ? ഏവക്കൂട്ടൻ ഇവിടെ താഴെ നിൽക്കുക, കാണാൻ പറ്റത്തില്ല. കണ്ടോ? ഞാനിതിന്റെ ഫ്ലഷ് മാത്രം കഴിച്ചിട്ട് തൊലിയം കളയും. ഏവയ്ക്ക് ഫ്ലഷ് മാത്രമായിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല, അച്ഛയ്ക്കും ഫുള്ള് കഴിക്കണം. എനിക്കിങ്ങനെ ഫ്ലഷ് ഇങ്ങനെ ഞാനാണെങ്കിൽ ഇങ്ങനെ ഇത് ഞെക്കിയിട്ട് ഈ ഫ്ലഷ് മാത്രം ഇങ്ങനെ ഊറി അങ്ങ് എടുക്കും, എന്നിട്ട് തൊലിയം കളയും. അപ്പൊ പിന്നെ ചവയ്ക്കണ്ടല്ലോ. തൊലിയാകുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചവച്ച് കൊടുക്കണം. ഇതാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഊറി അങ്ങ് ഇട്ടാൽ മതി. അങ്ങ് പഴുത്ത മാങ്ങയുടെ ഒരു ടേസ്റ്റാന്ന് തോന്നുന്നു എനിക്ക്. ഇതിന്റെ കഷ്ടപ്പെടല്ലോ. വേണ്ട, ഒരാൾ ഇവിടെ നിന്ന് നിറയെ പിച്ചതാണ്, എന്നിട്ട് എല്ലാം കളഞ്ഞു, താഴെ കളഞ്ഞു. അത് എങ്ങനെ പോയത് അങ്ങോട്ട് കാടിനകത്തോട്ട്? കുപ്പി താഴെ പോയി. എന്തൊരു കഷ്ടമാന്ന് പറ. അത്രയും പിച്ചിട്ട് അതെല്ലാം താഴെ കളഞ്ഞു. ഓക്കെ, അതെല്ലാം ഇനി പിച്ചി എടുക്കുക. അത്രയും പിച്ചിയതായിരുന്നല്ലോ, അതല്ലേ? പിച്ചുന്ന അത്ര സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല. ഒത്തിരി പിച്ചാനുണ്ട്. അതെ, ഒരാള് പിച്ചത് മൊത്തം ആ കാട്ടി കളഞ്ഞു, എന്നിട്ടാ പറയുന്നത് വേഗം പിച്ച. അത് ഞാൻ പിച്ചത് അറിയാതെ പോയതോ. ഞാനത് ഈ കുപ്പിക്കകത്ത് ഇങ്ങനെ പിച്ചി ഇട്ടേക്കുവായിരുന്നേ. അവസാനം എന്റെ കമന്ന് താഴെ പോയിട്ടത് ഇവിടെ എല്ലാം വീണത് നോക്ക. കാട്ടിനകത്ത് പറിച്ചു വാരി ഇട്ട്. ആ ചെടിയിലാണെങ്കിൽ ഒത്തിരി വലുതുള്ളതാ. അതെ, അതിൽ ഇനിയുണ്ടോ നമുക്ക് പിച്ചോ? ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം പിച്ചാണ്. ഇതിലെല്ലാം വലുതാവും. പിച്ചാണ് ഇച്ചിരി പാട്. കാരണം ഇത് ഈ ബ്ലൂബെറി പോലല്ലേ, ഇങ്ങനെ അടിയിലാണ്, ഇലയുടെ അടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പിച്ചി എടുക്കാൻ ഭയങ്കര പാടാ. നമുക്ക് നോക്കി പിച്ചി എടുക്കണം. അപ്പൊ
ഏവക്കോട്ടെ പിച്ചടാ, വേഗം വേഗം പിച്ച്. വന്ന് കാട്ടിൽ കയറി പിച്ചുണ്ട് അവിടെ. ഇത് ഇവിടെ നിന്നൊക്കെ പിച്ചത് ഇതിലൊക്കെ ഉണ്ട്, ഈ ചെറിയ മരത്തിലൊക്കെ. ഇതിന്റെ വലിപ്പം കണ്ടോ? ഇതിനെന്തൊരു വലിപ്പം, മുന്തിരിങ്ങ പോലെ നിൽക്കുന്നല്ലേ. അതെ, 2-3 നല്ല വലിപ്പമുള്ളത്. ഇത് ലുക്സ് ലൈക്ക് നമ്മുടെ ബ്ലൂബെറി പോലൊക്കെ തന്നെയാണ്. പക്ഷെ ബ്ലൂബെറിക്ക് ഒരു ചെറിയൊരു ലൈറ്റ് ബ്ലൂ കളർ. ഇത് ശരിക്കും എന്താണ്, ബ്ലാക്ക് ആണ്. അതെ അല്ലേ, നല്ല കറുത്ത കളറാണ്. നല്ല കറുത്ത കളറാ. കാട്ടിലെ ബ്ലൂ ആണ്. അതായത് ഏവ പറയുന്ന കാട്ടിലെ ബെറി ബ്ലൂ കളർ ആണെന്നാ പറയുന്നത് അല്ലേ. ഇവിടുത്തെ ബ്ലാക്ക്. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ബ്ലാക്ക് കറന്റ് എന്ന് പറയുന്നത്. റെഡ് കറന്റ്, ബ്ലാക്ക് കറന്റ്, മുസ്തവീനി മറിയാന്ന് ഫിനിഷിൽ പറയും. മുസ്തമീനി മറിയ. അതെ, മീനി അല്ല, വീനി. മുസ്തവീനി. മുസ്തവീനി മറിയ. ഓക്കെ, മുസ്തവീനി മറിയ. ഓക്കെ, അതാണ് ഇത്. കണ്ടോ ഞാനതെ, ഇതിന്റെ ഫ്ലഷ് ഇങ്ങനെ അങ്ങോട്ട് വരുന്നേ. മുന്തിരിങ്ങ പോലെ ഇരിക്കും ഇതിന്റെ. എന്താ ടേസ്റ്റ്? ഒരു മാങ്ങയുടെ ടേസ്റ്റ് പോലെ ഇല്ല. ഒരു പഴുത്ത മാങ്ങയുടെ. നമ്മുടെ നാട്ടിൽ പല വെറൈറ്റി മാങ്ങ ഉണ്ടല്ലോ. ഏത് മാങ്ങയുടെ, നാടൻ മാങ്ങയുടെയാണോ അറിയത്തില്ല. ഒരു മാങ്ങ പഴുത്ത ടേസ്റ്റ്, മാങ്ങയുടെ പോലത്തെ ടേസ്റ്റാ. നല്ല മധുരമാണ്, ചെറിയൊരു പുളി. ബെറീസിനെല്ലാം പുളി ഉണ്ടല്ലോ, അപ്പം ചെറിയൊരു നല്ല പുളിയുണ്ട്. പക്ഷെ റെഡ് കറന്റിന് നല്ല പുളിയാ. റെഡ് കറന്റ് കാണാൻ നല്ല അടിപൊളിയാ. കണ്ടു കഴിഞ്ഞാൽ അങ്ങ് നമുക്ക് കടിച്ചു തിന്നാൻ തോന്നും. പക്ഷെ അധികം നമുക്ക് കഴിക്കാനൊക്കത്തില്ല, കാരണം നല്ല പുളിയാണ്. ചെറിയ മധുരം ഉള്ളതുകൊണ്ട് കുറച്ച് കഴിക്കാനൊക്കത്തില്ല. ഒരുപാടൊന്നും നമുക്ക് ഇത് എത്ര വേണേലും കഴിക്കാം, മടുക്കത്തില്ല. ജാം ഉണ്ടാക്കാൻ പറ്റും, പിന്നെ വൈൻ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഏകോട്ടനും വേണം. മരത്തേന്ന് പിച്ച് പിച്ച് തിന്നും പോന്നാ. അത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇതെല്ലാം. ഈ ഇലകളൊക്കെ കണ്ടില്ലേ, ഒരു ചുമല കളറാകാൻ തുടങ്ങി. ഓട്ടോ ആയതുകൊണ്ടാണ് തോന്നുന്നു അല്ലേ, മഞ്ഞയും ചുമലയും കളറാകാൻ തുടങ്ങി. കണ്ടോ, ഇതിൽ തന്നെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഇതേ നോക്ക്, ഓറഞ്ചും മഞ്ഞയും പിന്നെ എന്താണ് പച്ച കളറ്, പല മാതിരി കളറുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ വിന്ററിനെ എല്ലാം സർവൈവ് ചെയ്തിട്ടാണ്. എത്ര മാസം, 5-6 മാസം മഞ്ഞിനടി കിടന്നിട്ടാണ് ഇത്രയും നമുക്ക് വിളവ് തരുന്നത്. അതെ, എത്ര നാളല്ലേ ഇവിടെ തണുപ്പ്? ഏകദേശം -25-30 ഡിഗ്രി, മിനിമം ഒരു -20 കാണും എല്ലാ വർഷവും. ആ തണുപ്പത്തൊക്കെ ഇത് സർവൈവ് ചെയ്ത് വരുന്നത് അതിജീവിച്ചാ. നമ്മുടെ നാട്ടിലെ പ്ലാന്റുകളൊന്നും അതാ ഇവിടെ കാണാത്തത്. ഇതൊക്കെ അങ്ങനത്തെ കാലാവസ്ഥയിലെ വളരത്തോളം തോന്നി. ഇതൊന്നും നമ്മുടെ നാട്ടിലും വളരത്തില്ല. ഇതൊന്നും ഞാൻ ഉണ്ടായിരിക്കും ചിലപ്പോ. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ കാലാവസ്ഥയിൽ വളരുമോന്ന് തോന്നുന്നില്ല, കാരണം നമ്മുടെ നാട്ടിൽ നല്ല ചൂടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വലിപ്പം ഇല്ലായിരുന്നു തോന്നി. ഇപ്രാവശ്യം നല്ല വലിപ്പമുണ്ട് ഇതിന്, ശരിക്കും നല്ല വലിപ്പമുണ്ട്. കാരണം ഞാൻ കാണിച്ചു തരാം, ഇതിന്റെ പല സൈസുകൾ ഞാൻ കാണിച്ചു തരാം. 2-3 സൈസ് ഇങ്ങനെ കയ്യിലോട്ട് വെച്ച് ശരി. ഏറ്റവും വലുത്, അതിന്റെ ചെറുത്, നല്ല വലുതാ. അപ്പൊ ഇത് എത്ര വലുതായെന്ന് നോക്കി. ഇങ്ങനത്തെ സൈസിൽ ഒരുപാടുണ്ട്. ശരിക്കും നല്ല വലിപ്പം ഇപ്രാവശ്യത്തേനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മീഡിയം സൈസ് ആയിരുന്നു കൂടുതലും പിടിക്കുന്നത്. ഇപ്രാവശ്യം വലിയത് നല്ല വലിപ്പമുണ്ട്, നല്ല വലിപ്പം. അതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഏവക്കൊട്ട എന്തെങ്കിലും ഞെക്കി അതിന്റെ കുരുവൊക്കെ എടുത്ത് കഴിക്കുന്നു. കഴിച്ചു നോക്കട്ടെ ഏവക്കൊട്ട. എല്ലാരും പറയും നമ്മൾ ഈ പിച്ചാന്ന് നമ്മുടെ വീടിക്ക്, നമ്മുടെ ഒരു സ്ലാങ് ആണ് ഇങ്ങനെ പിച്ചാന്നുള്ളത്. പറിക്കാന്നും പറയും, പറിക്കാം. പിന്നെ ചിലര് നുള്ളാന്ന് പറയും. നുള്ളാൻ പറയും. നമുക്ക് നുള്ളി എടുക്കാം, ഞങ്ങൾക്ക് പിച്ചി എടുക്കാം. ഞങ്ങള് പിച്ചി എടുക്കാം, മാങ്ങ പിച്ചുക, അല്ലെങ്കിൽ അത് പിച്ചുക, അല്ലെങ്കിൽ ഇല പിച്ചുക, ചാമ്പയ്ക്ക പിച്ചുക. ഞങ്ങൾക്കെല്ലാം പിച്ചുകയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ പിച്ചി എടുക്കാന്നാണ് പറയുന്നത്. പിന്നെ ഇനി കളയല്ലേ കേട്ടോ, അത് നമുക്ക് ജാം ഉണ്ടാക്കണ്ടേ. താഴെ വെക്ക്. അപ്പൊ നമ്മള് എല്ലാവരെയും ഭാഷയും സ്ലാങ്ങിനെയൊക്കെ റെസ്പെക്ട് ചെയ്യാന്നുള്ള, ഈ മലപ്പുറത്തുകാരൊക്കെ മയ എന്ന് പറയത്തില്ലേ, അത് അവരുടെ ഒരു സ്ലാങ് ആണത്. നമ്മള് കുഞ്ഞിലെ മുതൽ ശീലിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങനെ അറിയത്തുള്ളൂ. അല്ലാതെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിനൊരു എന്താണ്, കുറച്ച് മലയാളം അറിയൂ, കുറച്ച് മലയാളം അറിയാം, ഇച്ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി പോകും. അതുപോലെ തന്നെയാണ് ഈ മേക്കപ്പ്. എന്നോട് ആരോട് കമന്റ് ഇട്ടിട്ടുണ്ട്, 2-3 പേര് ഇഷ്ടം കൊണ്ട് പറയുന്ന കേട്ടോ, ചേച്ചി കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ച് മോഡേൺ ആയിക്കൂടെ, കുറച്ച് നല്ല ആയിക്കൂടെ, നന്നായിട്ട് നടന്നുകൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ ജനിച്ച്, മിഡിൽ ക്ലാസ് അല്ല അതിനെക്കാട്ടിൽ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മുടെ. അപ്പൊ അങ്ങനെയൊക്കെ താമസിക്കുന്ന നമ്മള് കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഇച്ചിരി ഒന്നും പൊട്ടിടുവോ, മേക്കപ്പ് എന്തെങ്കിലും ഒരു ഇച്ചിരി പൗഡർ ഇട്ടോ ഇങ്ങനെ ഒരുങ്ങി നടക്കുമ്പോഴത്തേക്ക് ബന്ധുക്കാരാവട്ടെ, നമ്മുടെ നാട്ടുകാരാവട്ടെ, ആൾക്കാരൊക്കെ പറയത്തില്ലേ 5 പൈസയുടെ വകയില്ലാത്ത വീട്ടുകാരാ, എന്നിട്ട് അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ കൂലിവേലയും ചെയ്ത് അന്നുള്ള വക കണ്ടെത്തുന്നു. മോടെ പത്രാസ് കണ്ടു കഴിഞ്ഞാൽ അംബാനിയുടെ മോളാ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടുകാർ പറയത്തില്ലേ. അതൊക്കെ കൊണ്ട് നമ്മൾ കുഞ്ഞിലെ മുതലൊന്നും ചെയ്യാറില്ല. കുഞ്ഞിലെ തൊട്ട് നമ്മൾ അങ്ങനെ അത് കേട്ട് ആ ഒരു ഭയം നമുക്ക് ഇങ്ങനെ ഉണ്ടായി നമ്മൾ എന്താണ് അങ്ങനെ തന്നെ ആ ഒരു രീതിയിൽ അങ്ങ് ജീവിച്ച് വന്നുകൊണ്ടായിരിക്കും
നമ്മളെ ആൾക്കാർക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം, നമ്മളും അങ്ങനെ തന്നെ അങ്ങ് ആയിപ്പോയതാണ്. പിന്നെ മേക്കപ്പ് ഒന്നും ഇടാറില്ല എന്നല്ല, മേക്കപ്പ് വല്ലപ്പോഴും അങ്ങനെ ഇടും. ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ നിൽക്കുമ്പോഴെപ്പോഴും നമ്മള് മേക്കപ്പ് ഒക്കെ ഇട്ടല്ലല്ലോ നിൽക്കുന്നത്, നമ്മള് സാധാരണ ആയിട്ടല്ലേ നിൽക്കുന്നത്. ഇപ്പൊ സാധാ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നു, നമ്മുടെ സാധാ ചെരുപ്പിട്ട് നിൽക്കുന്നു, നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരുങ്ങാറൊന്നുമില്ല. കാരണം നമ്മളെ എങ്ങനെയാണോ അങ്ങനെ ആൾക്കാർ കാണുന്നുള്ള, അങ്ങനെ സ്നേഹിക്കുന്നത് ഇത്രയും നാളും അങ്ങനെയാണ്, നമുക്ക് അതിന് വേണ്ടിയിട്ട് മാറ്റാനൊന്നും പറ്റത്തില്ല. സോ അത് ഓരോരുത്തർ ഇഷ്ടമാണ്, ഇഷ്ടമുള്ളവർക്ക് ഒരുങ്ങാൻ, ഇഷ്ടമില്ലാത്തവർ ഒരുങ്ങണ്ട. അത് ഞാൻ ഒരുങ്ങുന്നതും തെറ്റല്ല, ഒരുങ്ങാതിരിക്കുന്നതും തെറ്റല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ആൾക്കാർ ഇങ്ങനെ ഒരുങ്ങി വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു വീഡിയോ ഒരു അമേരിക്കയിലെ ഒരു ആന്റി ഉണ്ടല്ലോ, മതിമോൾന്നോ, അങ്ങനെ നല്ല രസമാണ്. അവർ ആ പ്രായത്തിൽ ഇങ്ങനെ നല്ല ഒരുങ്ങിയൊക്കെ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് അവരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവരെത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഇങ്ങനെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകൾ മാറിപ്പോകും അവര് അല്ലേ. അതെ, അതൊക്കെ ഒരു എന്താണ് അവരുടെ കഴിവാണ്, ചുമ്മാ കിട്ടുന്നതൊന്നുമല്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ മുടി ഒന്ന് ഈ ചീകി ഒതുക്കി വെക്കാൻ തന്നെ എനിക്ക് ഭയങ്കര കലിപ്പാണ്. അത്രയും സമയം എടുത്ത് അതൊക്കെ ചെയ്യാന്നുള്ളത് നമുക്ക് അങ്ങനെ തോന്നാറേ ഇല്ല. ചിലപ്പോൾ നമുക്ക് പേഴ്സണലി മടിയായിരിക്കും, നമുക്ക് ചെയ്യാൻ ഇഷ്ടമായിരിക്കത്തില്ല. ചിലർക്ക് ഒരുങ്ങാൻ ഇഷ്ടമാണ്, അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനും അതിന് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്യാനും എല്ലാം ഇഷ്ടമാണ്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്, അതനുസരിച്ച് ചെയ്യണം ചെയ്യണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമുക്ക്, അല്ലേ. പേഴ്സണാലിറ്റി ഇങ്ങനെയാണ്. നമ്മൾ ഇത്രയും നല്ലൊരു രാജ്യത്തൊക്കെ ഒന്ന് താമസിക്കുന്നത്, കുറച്ച് മോഡേൺ ഒക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മോഡേൺ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മള് നമ്മുടെ നാട്ടിലെ ഒരു രീതിയിലല്ല ഇവിടുത്തെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ, അപ്പൊ നമ്മൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനാണെന്നുണ്ടെങ്കിൽ അന്നയുടെ വീട്ടിൽ ഗ്രാജുവേഷൻ പാർട്ടിക്ക് പോയില്ലേ, അന്ന് ഞാൻ ആ സ്ലീവ്ലെസ് അല്ല, കുറച്ച് ഹാഫ് ഷോൾഡർ ഡ്രസ് ഇട്ട സമയത്ത് അതിനകത്ത് വന്നിട്ട് എന്നെ ചീത്ത വിളിച്ചവരുണ്ട്. കുറച്ച് പരിഷ്കാരമായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് മാക്സിമം കാണിക്കത്തുമില്ല. അതെ, കാരണം നമുക്കിപ്പോ അവരുടെ പരിപാടിക്ക് സാരിയും ചുരിദാറും ഒന്നും ഇട്ടോണ്ട് പോകാൻ പറ്റത്തില്ല, പോകാനൊക്കത്തില്ല. അതെ, നമ്മള് ഓരോ കൾച്ചറുണ്ട്. വീട്ടിലൊക്കെ പോകുമ്പോൾ സൗനെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് നേക്കഡ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ അത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഓരോ നാടിനും ഓരോ കൾച്ചറുണ്ട്, ആ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കത്തുള്ളൂ. ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മോഡേൺ ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യാറില്ല. നമ്മൾ നോർമൽ ആയിട്ട് നടക്കുന്നു. സ്റ്റൈലിഷ് ആണെന്ന് വെച്ചാൽ ഇനി എങ്ങനെ സ്റ്റൈലിഷ് ആണെന്ന് എനിക്ക് പ്രത്യേകിച്ച് അറിയത്തില്ല, നമ്മൾ ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഈ അന്നേ ഫാമിലിയൊക്കെ ഇവരൊക്കെ എന്ത് പൈസയുള്ള ടീംസാണെന്ന് അറിയാവോ, അവരൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരാരും ഇങ്ങനെ പൊങ്ങച്ചം കാണിക്കത്തില്ല, ഞങ്ങൾ ഇത്രയും കാശുകാരാണ്, ഞങ്ങള് കോട്ട് സൂട്ടും അതൊക്കെ ഇട്ട്. അവരൊക്കെ ജസ്റ്റ് എന്തൊരു ഇതിനും പോയാലും ഒരു വളരെ നോർമൽ ആയിട്ടാണ്, മിനിമം ഒരു രീതിയിലാണ് പോകുന്നത്. നടക്കുന്ന ആവട്ടെ എന്തുവാട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടു നമുക്കും അറിയാം ഇവിടെ പൊങ്ങച്ചം കാണിക്കാനല്ല നമ്മളിങ്ങനെ ഷോ ഓഫ് കാണിക്കാൻ. വേണമെങ്കിൽ ഷോ ഓഫ് കാണിക്കാൻ നമുക്ക് റെന്റ് റീച്ച് ആകാൻ പറ്റും, ഇല്ലാത്തത് ഉണ്ടാകാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല, നമ്മൾ നമ്മളായിട്ട് തന്നെ അങ്ങ് പോകുന്നു. നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നവർ കാണുക. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്തൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഒരുപാട് മേക്കപ്പ് പറയാമല്ലോ, ഞാൻ ചെയ്യാറില്ല. ആകെ ഞാൻ വാങ്ങിക്കുന്നത് ലിപ്സ്റ്റിക്ക് മാത്രമാണ്. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പോലും ഞാൻ ആകെ ഇടുന്നത് ലിപ്സ്റ്റിക്കും പിന്നെ ഐബ്രോ പെൻസിലുണ്ട്, അത് വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഐബ്രോ എഴുതും. അതിന്റെ ആവശ്യമില്ല, കാരണം നല്ല ഐബ്രോ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഐബ്രോ ഒന്നും എഴുതാറൊന്നും ഇല്ല. പിന്നെ ഏവക്കുട്ടനാണെങ്കിലും കണ്ണും പിരികോ ഒന്നും എഴുതി കൊടുക്കലോ മേക്കപ്പ് ഇടലോ ഒന്നും ചെയ്യാറില്ല. ജനിച്ചപ്പോഴേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഞങ്ങള് കുടുംബപരമായിട്ട് ബ്യൂട്ടീഷ്യൻ ഞങ്ങൾ ചെയ്യാറില്ല. കുട്ടൻ ജനിച്ച സമയത്ത് കണ്ണും പിരികോ ഒന്നും എഴുതിയില്ല എന്നും പറഞ്ഞിട്ട് എന്നെ ഇനി ഏറെ കയറ്റാത്ത ആൾക്കാർ. കണ്ണും പിരികോ ഒന്നും എഴുതിക്കൊണ്ട് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഏവക്കുട്ടനാണെങ്കിൽ ഡേ കെയറിൽ പോവാ, ഇവിടുത്തെ കുട്ടികൾക്കൊന്നും കണ്ണും പിരികോ എഴുതുന്നതിനെ കുറിച്ച് അറിയത്തില്ല. നമ്മളെ കണ്ണ് എഴുതി കൊടുത്ത് പൊട്ടിട്ട് കൊടുത്ത് എല്ലാം ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അവർ കരുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും എന്തോ അതിന് മർഗോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നതാണെന്നേ ചിന്തിക്കത്തുള്ളൂ. കുട്ടികൾക്കാണെങ്കിലും മനസ്സിലാവത്തില്ല ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന, ഈ കുട്ടിയുടെ മുഖത്ത് എന്തോ ഈ പാടെന്നൊന്നും അറിയത്തില്ല. മാറ്റി നിർത്തും. അതെ, ഇപ്പൊ ഇന്നലത്തെ ഒരു വീഡിയോക്കകത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റേസിസം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അവിടെ പോയിട്ട്, നിങ്ങൾക്ക് അനുഭവിക്കാറുണ്ടോ? ഏവക്കുട്ടൻ റേസിസം അനുഭവിക്കാറില്ല. ഇന്നേ വരെ ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഫീല് വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഇല്ലാന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ചിലപ്പോ ഏവക്കുട്ടിക്ക് ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ചിലപ്പോ കോളേജിലോ സ്കൂളിലോ ഒക്കെ പോകുമ്പോ ചിലപ്പോ അനുഭവിക്കേണ്ടി വരുമായിരിക്കും. ഞങ്ങൾ അവളോട് പറഞ്ഞപ്പോണ്ട് ഇത് പാർട്ടാണ്, ഇതിന്റെ ഒരു പാർട്ടാണ്. നമ്മൾ വേറെ നാട്ടിൽ നിന്ന് വന്നവരാണ്, നമ്മൾ വരുത്തരാണ്. നമ്മൾ എത്ര എന്തൊക്കെ പറഞ്ഞാലും നമ്മളിവിടെ കോടീശ്വരനാണെന്ന് പറഞ്ഞാലും നമ്മൾ വരുത്തം തന്നെയാണ്. എന്തുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇവിടെ സ്പ്രെഡ് ചെയ്യാനോ അവരിൽ അടിച്ചേൽപ്പിക്കാനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കത്തില്ല. അവരുടെ കൾച്ചർ എന്താണോ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട്
പോകുക എന്നുള്ളതല്ലാതെ അയ്യോ അവരെന്താ ഇങ്ങനെ നടക്കുന്നു, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും തുണിയില്ലാതെ ഇങ്ങനെ നടക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ബിക്കിനി ഇട്ടുകൊണ്ടാണ് ഇതിലെ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് നടന്നു പോയത്. ജസ്റ്റ് നോക്കി നിൽക്കാന്നുള്ളതല്ലാതെ നമ്മുടെ നാട്ടിലാണ് അയ്യോ ആളുകൾ മൊത്തം കൂടും ആ പെണ്ണിങ്ങനെ നടന്നു പോകുന്ന കണ്ടുകൊണ്ട് ഇവിടെ ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല. നമ്മൾ അവരുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ ചെല്ലാതിരിക്കുക, അവര് നമ്മുടെ കാര്യത്തിൽ ഇടപെടത്തില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഏത് നാട്ടിൽ പോയാലും നമ്മൾ അവരുടെ കൾച്ചർ റെസ്പെക്ട് ചെയ്യും. ഇപ്പൊ നമ്മളൊക്കെ വിരുന്നുകാരാണ്, അവർ ഇതനുസരിച്ച് വേണം നമ്മൾ നിൽക്കാനായിട്ട്. നമ്മുടെ കാര്യങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കുക, നമ്മുടെ അവരുടെ സംസ്കാരം അനുസരിച്ച് നടക്കുക, അങ്ങനെയൊക്കെ വേണം. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല. ടോട്ടലി വേറെ. നമ്മുടെ നാട്ടിൽ ഉടുപ്പിട്ട് കൊടുക്കാവൂന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഞങ്ങൾ ഇവിടെ അന്നയ്ക്ക് നമ്മുടെ നാട്ടിൽ ഉടുപ്പിട്ട് കൊടുക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കും. അത് നമ്മുടെ നാടിന്റെ കൾച്ചറാണ്, അത് അവിടെയാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ അങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും ആൾക്കാർ ഇഷ്ടത്തോടെ പറയുന്നതാണ്, നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ആ ഒരു റെസ്പെക്റ്റോട് കൂടി അതിനുള്ള മറുപടി പറഞ്ഞു തന്നെയാണ് കേട്ടോ. ആരെയും ഇതിനെ കളിയാക്കി പറഞ്ഞതൊന്നുമല്ല. നമ്മൾ അതെല്ലാം റെസ്പെക്ട് ചെയ്യണം. ഓരോ നാടിനും അതിൻ്റെതായ കൾച്ചറും രീതിയൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കഴിവതും നമുക്ക് യാതൊരുവിധ റൈസിസം കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ഏവയൊക്കെ ഇനി സ്കൂളിലൊക്കെ പോകുമ്പോഴും കോളേജിലൊക്കെ പോകുമ്പോൾ ചെറുതായിട്ട് ബുള്ളിംഗ് ഒക്കെ ഉണ്ടാകും. മനസ്സിലായില്ലേ? കാരണം ഞാൻ ഏവയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. കുട്ടികൾ തന്നെ പരസ്പരം ചെയ്യാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്യാറുണ്ട്. പിന്നെ മറ്റുള്ള കുട്ടികൾ ചെയ്യത്തില്ല എന്ന് ഒരിക്കലും പറയത്തില്ല. അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളാകുമ്പോൾ നമ്മൾ എന്നെ എത്ര കളിയാക്കിയേക്കുന്നത്, ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് എത്ര വഴക്കിട്ടേക്കുന്നത്, അങ്ങനെയൊക്കെയാണ്. അതൊരു എന്താണ് അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഏവയ്ക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല ലാംഗ്വേജിന്റെ ഒക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എങ്ങനെയാണോ പറയുന്നത് അതേപോലെ തന്നെയാണ് ഫിന്നിഷ് പറയുന്നത്. മനസ്സിലായി? ഇവിടെ ഉള്ളവർ എങ്ങനെയാണോ പറയുന്നത് അതേ രീതിയിലാണ് പറയുന്നത്. സോ സ്കൂളിലും കോളേജിലും ഒന്നും പോകുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. കറക്റ്റ് ആയിട്ട് ഞാനൊക്കെ ഇപ്പൊ ഫിനിഷ് പറയുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് വന്ന് പഠിച്ച ഒരാള് പറയുന്ന പോലെ ഇരിക്കും. പക്ഷെ ഏവക്കൂട്ടം പറയുന്നത് കാരണം അവൾ ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടുത്തെ ആ ഒരു കൾച്ചറിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ രീതിയിൽ അവള് ഫിനിഷ് പറയുന്നത്. ഏവ ഒരു വയസ്സായപ്പോൾ മുതൽ ഡേ കെയറിൽ പോകാൻ തുടങ്ങിയതാണ്. അന്നും പോലെ ഏവയ്ക്ക് ഫിനിഷ് അറിയാം, ഫിനിഷ് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കാര്യങ്ങൾ അറിയാം, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാം. സോ ഇനി വളർന്നു വരുമ്പോഴത്തേക്കും അത് ഏവയ്ക്ക് വളരെ ഈസി ആയിരിക്കും. പക്ഷെ നമ്മളൊക്കെ എങ്ങനെയാണ് ബുക്ക് നോക്കി പഠിച്ച് അത് തെറ്റുപോകുമോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, അങ്ങനെ പലതും ചിന്തിക്കും. ഇവർക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവർക്ക് ആ ചിന്തിക്കാനുള്ള പ്രായമൊന്നും ഇല്ല. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമൊന്നുമില്ല. അവർക്ക് അങ്ങനെ ഒരു പേടിയില്ലാതെ അതുകൊണ്ടാണ് എല്ലാ കുട്ടികളും ഏത് ഭാഷയും പഠിക്കും. അവർക്ക് പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല. നമുക്ക് അങ്ങനല്ല, നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഭയമുണ്ട്. ഇപ്പൊ ഫിനിഷ് ആണെങ്കിൽ തന്നെ നമ്മളൊന്നും ഇത് തിയറി പഠിക്കുന്ന പോലെ അല്ല ശരിക്കും പ്രാക്ടിക്കൽ ആ ഒരു ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോ നമ്മൾ പഠിച്ചത് വേറൊന്ന് ബുക്കിൽ എഴുതിയത്. ഇപ്പൊ നമ്മളാണെങ്കിൽ പറയത്തില്ലേ നിന്റെ പേരെന്തുവാന്ന് നമ്മൾ വെറുതെ ചോദിക്കും. നിന്റെ പേരെന്തുവാന്ന് ചോദിക്കാൻ മലയാളത്തിൽ പല വേർഡ്സ് ഉണ്ട്. അങ്ങനല്ല, നീ ആരാന്നല്ല. ഇപ്പൊ അച്ചടി ഭാഷയും സംസാരിക്കുന്ന ഭാഷയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ അച്ചടി ഭാഷയാണ് നമ്മൾ ബുക്ക് നോക്കി പഠിക്കുന്നത്. സംസാരിക്കുന്നത് നമ്മള് സംസാര വേറെ വ്യത്യാസമുണ്ട്. അതാ അപ്പൊ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഏവക്കൂട്ടൻ അങ്ങനെ പറയുമ്പോഴത്തേക്ക് പല വാക്കുകളും അവർക്ക് അറിയാം. ഇന്നലെ അവളൊരു വാക്ക് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുവായിരുന്നു ഇത് എന്തുവാന്ന്. കാരണം ഷോർട്ട് വേർഡ്സ് ആണ് എല്ലാം. അവൾക്ക് അതൊക്കെ അറിയാം. അവൾ ഓൾറെഡി അങ്ങ് പഠിച്ചതാണ്, അവളുടെ ബ്രെയിനിലായതാണ്. പക്ഷെ നമുക്ക് അതെല്ലാം പഠിച്ചെടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങള്. അവള് പോലും അറിഞ്ഞിട്ടില്ല അവളത് പഠിച്ചത്. ഇപ്പൊ എന്താണ് മലയാളം പറയും, ഫിനിഷ് പറയും, അത്യാവശ്യം ചെറിയ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ പറയും. ഇതൊന്നും അവള് ബുക്ക് നോക്കി പഠിച്ചതല്ല. നമ്മൾ പറയുന്നത് കേട്ട് പഠിക്കുകയാണ്. അവർക്കൊരു പേടിയില്ല, സ്വന്തമായിട്ട് പറയാനും അറിയാം. നമ്മളെല്ലാം പേടിച്ച് പറയുന്നത് കൊണ്ടാണ് എല്ലാം തെറ്റിപ്പോകുന്നത്. പിന്നെ ഏവക്കൂട്ട നല്ലതായിട്ട് മലയാളം പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഏവയ്ക്ക് ഇവിടുത്തെ ഭാഷ അറിയോന്നാ. കാരണം ഏവ നമ്മളോട് സംസാരിക്കുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ഇവിടെ വരുമ്പോഴത്തേക്കും അവള് മലയാളമാണ് സംസാരിക്കുന്നത്. അതെ, ചില വേർഡ്സ് ഒക്കെ മിക്സ് ആയി പോകാറുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഏവ മലയാളം തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് അതിന് നല്ല അഭിമാനമുണ്ട്. കാരണം ഒരുപാട് കുട്ടികളൊക്കെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടോ? കാരണം ഒരുപാട് കുട്ടികൾ ഇങ്ങനെ വെളി രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന പേരൻസ് അവര് ചിലപ്പോൾ ഇംഗ്ലീഷ് മാത്രമായിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷെ അവര് മലയാളം പഠിക്കും. അവിടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അവർ ഇംഗ്ലീഷും പഠിച്ചോളും. ഏവക്കൂട്ടൻ ഇവിടെ സ്കൂളിൽ ഇംഗ്ലീഷ് ഉണ്ട് ഓൾറെഡി. അപ്പൊ അവള് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ അവൾ ഇംഗ്ലീഷ് പഠിക്കും. ഫിനിഷ് ഓൾറെഡി അവള് പഠിച്ചു. അപ്പം മലയാളവും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എത്ര ലാംഗ്വേജ് കുട്ടികൾക്ക് അറിയാവോ അത് അത്രയും നല്ലതാണ്. അത് കരുതി അവര് മലയാളം പഠിപ്പിക്കാതിരിക്കല്ലേ അല്ലേ? മലയാളം എന്തായാലും പഠിപ്പിക്കണം. നമ്മുടെ സ്വന്തം ഭാഷ. മലയാളം പഠിച്ചു എന്ന് കരുതി അവര് മറ്റു ഭാഷകൾ പഠിക്കാതിരിക്കുന്നല്ല. അവർ എല്ലാ ഭാഷയും പഠിക്കും. ഈ ചെറുപ്രായത്തിൽ അവർക്ക് എത്ര ഭാഷ പഠിച്ചെടുക്കാൻ പറ്റും? നമ്മുടെ ഫീലിങ്സ് ഇരിക്കുന്നത് നമ്മുടെ ഒറിജിനൽ ഭാഷയിലാണ്. നമുക്കിപ്പോ വിഷമോ ദുഃഖമോ
സങ്കടവും പറയണമെങ്കിൽ നമ്മുടെ സ്വന്തം ഭാഷയിൽ പറയണം. നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പൊ ഞാനും ശാരിയും കൂടെ ഞങ്ങളുടെ വിഷമോ സങ്കടമോ അല്ലെങ്കിൽ സന്തോഷം ഷെയർ ചെയ്യുന്നത് എന്തുമായിരിക്കും, നമ്മൾ മലയാളത്തിൽ തന്നെ അത് ഷെയർ ചെയ്യണം. അത് അതേപോലെയാണ് ഏവയെ ഞങ്ങൾ പഠിപ്പിച്ചേക്കുന്നത്. സോ ഏവയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്യാൻ മലയാളം മാത്രമേ ഉള്ളൂ. അവള് സ്കൂളിൽ പോകുമ്പോഴും അല്ലെ ഫ്രണ്ട്സിനോട് ഫിനിഷ് സംസാരിക്കാം, ഇംഗ്ലീഷ് സംസാരിക്കാം, ഒക്കെ വേണ്ട എന്ത് വേണമെങ്കിലും ഫ്യൂച്ചറിൽ സംസാരിക്കാം. ചില പേരൻസ് ഒക്കെ കരുതുന്നത് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വേറെ ലാംഗ്വേജ് പഠിക്കും, പക്ഷെ കുട്ടികൾ എല്ലാ ലാംഗ്വേജും പഠിക്കും, എല്ലാം പഠിക്കും. ഇപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിലും അന്നയൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്. അവർക്ക് നമ്മൾ കരുതി എന്തോ ഇംഗ്ലീഷ് അറിയത്തില്ലെന്നാ. അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് അറിയാം, നല്ല രീതിയിൽ സംസാരിക്കും. ഞങ്ങളോട് ഇതുവരെ സംസാരിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ ഞങ്ങളെ കേട്ടോ ഇംഗ്ലീഷ് സംസാരിക്കും, നല്ലതായിട്ട് പറയും. അതുപോലെ തന്നെ ഇവർക്ക് സ്വീഡിഷും പഠിപ്പിക്കും. ഫിനിഷ് ഓട്ടോമാറ്റിക് ആയിട്ട് അറിയാം, പക്ഷെ ഫിനിഷ് ചിലപ്പോ ഇനി എഴുതാൻ പഠിപ്പിക്കുമായിരിക്കും അല്ലേ, കാരണം നമ്മൾ മലയാളം സംസാരിക്കുമല്ലോ, നമ്മൾ എഴുതാൻ പഠിക്കുന്നത്. പിന്നെ എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എങ്ങനെ ഞാൻ മലയാളം ഇനി എഴുതാൻ പഠിപ്പിക്കും എന്നുള്ളത്. അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. മാക്സിമം നല്ലതായിട്ട് നമ്മളവളെ പഠിപ്പിക്കും. നമ്മുടെ നാടുമായിട്ട് എപ്പോഴും നമ്മുടെ നാടുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ പേരൻസിനോടാണെങ്കിലും എല്ലാവരോടും അവൾ നല്ല രീതിയിൽ സംസാരിക്കും. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികൾ എല്ലാ ലാംഗ്വേജും പഠിക്കും. എത്ര ലാംഗ്വേജ് നമുക്ക് അറിയാൻ പറ്റുമോ അത് അത്രയും നല്ല കാര്യം. അപ്പൊ നമ്മുടെ ആ മദർ ടങ് നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഞാൻ ഒരുപാട് ഹിന്ദിക്കാരല്ലേ, ഹിന്ദിക്കാരുടെ പേരൻസിനെ കണ്ടിട്ടുണ്ട്. അവരെല്ലാം കുട്ടികളോട് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അവരുടെ ഹിന്ദി ഒന്നും പഠിപ്പിക്കത്തില്ല. ഞാൻ ആലോചിക്കുന്ന ഏവ എങ്ങനെ ഹിന്ദി പഠിപ്പിക്കുമെന്നൊക്കെ. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. എങ്ങനെയാ പിന്നെ ഹിന്ദി പറയുന്ന പേര് ഒന്ന് പറഞ്ഞേ ഹിന്ദിയിൽ എങ്ങനെയാ പേര് പറയുന്നേ? അറിയാം, അവള് പറയും. ഒന്ന് പറഞ്ഞേ. അപ്പൊ ആയിട്ട് പറയും മേരാ നാം ഷാരി. അപ്പൊ ഏവ എന്തോ പറയും? മേരാ നാം ഏവ. കണ്ടോ? അതെ. അപ്പൊ കുഞ്ഞു കുറച്ചൊക്കെ ഇങ്ങനെ പഠിക്കും. ഞങ്ങള് കാരണം ഈ ഹിന്ദി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് വീട്ടില്. ഞങ്ങൾ കൂടുതൽ വഴക്കിടുന്ന സമയത്താണ് ഹിന്ദി സംസാരിക്കുന്നത്. കാരണം ഏവയ്ക്ക് മനസ്സിലാവില്ലല്ലോ ഞങ്ങൾ എന്തോ പറയുന്നത്. കാരണം ഏവയ്ക്ക് മനസ്സിലാകാതെ ഇരിക്കാൻ ഞങ്ങൾ തമ്മിലുള്ള ഒരു ലാംഗ്വേജ് ആണ് ഹിന്ദി. എന്തെങ്കിലും ഏവയെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സീക്രട്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ ഹിന്ദിയിൽ സംസാരിക്കും. ഏവ വണ്ടടിച്ചിരിക്കും. പക്ഷെ കേട്ട് മിക്കവാറും അവൾ അതും പഠിക്കും. കുറച്ചൊക്കെ ഞങ്ങൾ അവളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തായാലും അവൾ ഹിന്ദിയും പഠിച്ചെടുക്കും. കുറച്ചെങ്കിലും ഒക്കെ നമ്മുടെ നാടിന്റെ ഒരു ഭാഷയാണല്ലോ, നാഷണൽ ലാംഗ്വേജ് ആണല്ലോ. ഹിന്ദി പഠിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ്. നാട്ടിലൊക്കെ നമ്മളിപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് പോകണമെങ്കിലുണ്ടല്ലോ ഹിന്ദി അറിയത്തില്ല അവന്മാര് ഒരു ദാക്ഷിണ്യമില്ല, ഹിന്ദിക്കാര് പറ്റിച്ച് കൈ തരും. മനസ്സിലായോ? ഭയങ്കര വില്ലന്മാരാ അവന്മാര്. എനിക്കൊക്കെ 8ന്റെ പണി കെട്ടിയിട്ടുള്ളത്. ഞാനാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി പെട്ട് കിടന്നിട്ടുള്ളത്. എന്നെ അവന്മാര് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അതെ, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ പോലീസുകാർ വരെ സപ്പോർട്ടാ. അവന്മാര് പോലീസിനെ വിളിച്ചപ്പോഴും അവന്മാര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാനാ പറഞ്ഞു. മനസ്സിലായോ? കാരണം അവർക്ക് പോക്കറ്റ് മണിയൊക്കെ കിട്ടുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പെട്ടതാ. അവന്മാർക്ക് 5 പൈസയുടെ വിവരമില്ല. അടിക്കുമെന്ന് പറഞ്ഞാൽ അവന്മാര് നല്ല അടിയും തരും. മനസ്സിലായില്ലേ? എന്നെ പിടിച്ചു വെച്ചിട്ട് അവരെന്നെ പറ്റിച്ചാണ്. മനസ്സിലായി? ഒരു റെയിൽവേ ടിക്കറ്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ഹിന്ദി കേൾക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവും ഇവൻ വേറെ വരുത്താനാന്ന് മനസ്സിലാവും. സോ എനിക്ക് അവന്മാർ പെട്ടെന്ന് തൽക്കാലം ടിക്കറ്റൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ID കാർഡൊക്കെ വാങ്ങിച്ചു, പൈസയൊക്കെ വാങ്ങിച്ച് അവസാനം തൽക്കാലം ടിക്കറ്റും തന്നില്ല. അടി കൊള്ളാതെ ഞാൻ പോയി. അതെ, ഞാൻ അവന്മാരെ കൈയും കാലും പിടിച്ച് രക്ഷപ്പെട്ടു. അവസാനം കാശ് കൊടുത്ത് പോരേണ്ടി വന്നു ID കാർഡും വാങ്ങിച്ചോണ്ട്. ഞാൻ അവസാനം കരുതി ID കാർഡും കളഞ്ഞിട്ടിങ്ങ് വരാന്ന് കരുതിയതാ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെ, അവിടെ പോയി നമുക്ക് അടി ഇടാനൊന്നും പറ്റത്തില്ല. അവന്മാർക്ക് വിവരം ഇല്ലാത്തവന്മാർ ഉറപ്പായിട്ടും തല്ലും. ലാംഗ്വേജും കൾച്ചറും അറിയാത്തതുകൊണ്ട് പറ്റിക്കുന്നത്. അതെ. അപ്പൊ ഏവക്കൂട്ടനെ എന്താണ് നമ്മൾ കഴിയുന്നത്രയും ഭാഷകൾ പഠിപ്പിക്കുക. നമ്മുടെ നാട്ടിലേക്ക് എന്തായാലും അവർക്ക് പോകേണ്ടി വരും. അപ്പൊ അവിടെ എല്ലായിടും ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയ ഒരു രാജ്യം തന്നെയല്ലേ നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം എത്ര അടിപൊളിയാണ്. അത്യാവശ്യമായിട്ട് എന്തായാലും മലയാളം പഠിച്ചിരിക്കണം ഏവക്കൂട്ടൻ. നമ്മുടെ സ്വന്തം നാടും കുടുംബവും എന്തായാലും വിട്ടു പോകാൻ പറ്റത്തില്ല. നമ്മളില്ലാത്ത കാലത്താണെങ്കിലും അവർക്ക് ഇന്ത്യയിലെല്ലാം സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാം അവളെ പഠിപ്പിക്കുന്നുണ്ട്. ശരി, നമ്മുടെ പരിപാടി നടക്കുന്നില്ല. നമ്മൾ പറഞ്ഞു അങ്ങോട്ടൊക്കെ കാട് കയറിപ്പോയി. ഓരോന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ അങ്ങ് വർത്താനമായിരിക്കും. എല്ലാം പറഞ്ഞോണ്ടേ ഇനിയിപ്പോ വേഗം പിച്ച. ഇനി ഞാൻ കുറച്ച് പിച്ച ഇങ്ങതാ ഏവക്കോട്ടോ ഇത് പഠിക്ക്. അപ്പൊ ഇനി അച്ഛനും മോളൂടെ കുറച്ച് പിച്ചട്ടെ. ഞാൻ പിച്ച് കുഴഞ്ഞു. ഇതിനകത്തോട്ടൊക്കെ വരുമ്പോ ഉണ്ടല്ലോ നല്ല വലിപ്പമുള്ളതാണ്. അച്ഛ ഇങ്ങോട്ട് വാച്ചേ. ഇത് കണ്ടോ ഏവക്കൂട്ടൻ ഇങ്ങനെ ഈ കുപ്പി ഇങ്ങനെ മുറിച്ച് വരുത്തിക്കോ അവക്ക് പിച്ചാനായിട്ട്. അതിനകത്തോട്ട് കയറ്റണം, ഈ കുപ്പിക്കകത്തോട്ട്, ഇതിനകത്തോട്ട്, ഈ ഊട്ടയിലോട്ട് കയറ്റണം. അത് അങ്ങ് അഴുക്കായി പോന്നെ. അത് കൊള്ളത്തില്ല, അത് അഴുക്കാ. വേറെ പിച്ചെടുക്കുക. ഈ ചെടിയുടെ കളറെല്ലാം മാറിയതുണ്ടോ? ഇതേ മഞ്ഞ കളറ്, ചുമല കളറ്, പച്ച കളറ്. ഓട്ടം ഇങ്ങനെ എത്തിയെന്നാണ് അതിൻ്റെ അർത്ഥം. ഓട്ടം വേഗം തന്നെ ആവും. ഒത്തിരി ദിവസം കൂടെ ഉണ്ട്. കണ്ടോ, ക്രിസ്മസ് ആയി കഴിഞ്ഞ. കുഞ്ഞ് ആദ്യം യോലു എന്നാ പറഞ്ഞത്. യോലു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് അവള് ക്രിസ്മസ് എന്ന് പറഞ്ഞത്. ക്രിസ്മസ് എന്നാ പറഞ്ഞത്.
ക്രിസ്മസിന് തൽവിയാവും. ക്രിസ്മസിന് വിന്റർ ആവും എന്ന് പറ. ക്രിസ്മസിന് വിന്റർ ആവും. അപ്പൊ ദേ വിനോദ് പോയിട്ട് എനിക്ക് വേണ്ടി ഒരു പാത്രം എടുത്തോണ്ട് വന്നു. ഈ പാത്രം വിനോദ് ഉണ്ടാക്കിയതാണേ സ്വന്തമായിട്ട്. ഇതിന് കുക്സാന്നാണ് പറയുന്നത് കേട്ടോ. അതായത് വുഡ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ, അതാണിത്. അപ്പം വിനോദ് ഇവിടുത്തെ ഒരു ഫിൻലാൻഡിലെ ട്രഡീഷണൽ സാധനമാണ് കേട്ടോ. അതെ, ഇവരുടെ ഒരു ട്രഡീഷൻ ആണിത്. വിനോദ് വെറുതെ ചെയ്തതാ ഇങ്ങനെ ഇരുന്ന സമയത്ത്. ഫ്രീ ടൈം ഒരുപാടുണ്ടല്ലോ, അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം, കണ്ടുപിടിച്ചോണ്ടിരിക്കണം. അപ്പൊ വിനോദ് ഉപയോഗിക്കുന്നത് ബിർച്ച് ഓക്ക് തടികളാണ്. ഓക്ക് ഭയങ്കര ഹാർഡാണ്. ബിർച്ച് ആണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആണ്, നമുക്കിത് ചെത്തിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് കുറെ നേരത്തെ പണിയാണ്. പിന്നെ അതിന് എന്താണ് കോഫിയിൽ നമ്മൾ ട്രീറ്റ് ഒക്കെ ചെയ്തതാണിത്. അതേപോലെ ആക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചടങ്ങാണ്. അന്ന് നമ്മൾ ഇതിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട സമയത്ത്, ഉണ്ടാക്കുന്ന ഇതിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട സമയത്ത് കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തരുവോ എന്നൊക്കെ ചോദിച്ചു. ആകെ ഒരെണ്ണേ ഉണ്ടാക്കിയുള്ളൂ വിനോദ്. അതിങ്ങനെ ഇട്ടേക്കാണ്. അതിനുശേഷം പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല. വുഡൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ വേറെ ഒരെണ്ണം ഉണ്ടാക്കിയത്. ആദ്യം ഞാൻ സൗനയുടെ എന്താണ് സൗനക്കകത്ത് ഉപയോഗിക്കുന്ന ലാഡിലോ ഉണ്ടാക്കിയത്. അത് ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ ഇതാണ് മേപ്പിളിന്റെ ട്രീ ആയിരുന്നു. അതും ഭയങ്കര ഹാർഡായിരുന്നു. അത് കുറച്ച് ഓൾഡ് ട്രീ ആയതുകൊണ്ട് ഭയങ്കര ഹാർഡായിരുന്നു. പിന്നെ ഞാൻ അന്നയുടെ അച്ഛനോട് പറഞ്ഞായിരുന്നു. അന്നയുടെ അച്ഛൻ പുതിയൊരു ഫ്രഷ് തടി കട്ട് ചെയ്തോണ്ട് ഒരു മരം തന്നെ മരം മുറിച്ചിട്ട് അവര് നമുക്ക് തടി എടുത്ത് തന്നെയാണ്. അത് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഇഷ്ടം പോലെ തടി ഇരിപ്പുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതെ, ഈ ഫ്രീ ആകുന്ന ദിവസങ്ങൾ ഉണ്ടാക്കാം. ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ഉണ്ടാക്കുന്നത്, ഏത് തടി വെച്ചാ ഉണ്ടാക്കുന്നതൊക്കെ. അന്ന് ആ കമന്റിനകത്ത് നമ്മൾ ആ പിന്നെ ബെറി വെച്ചുന്ന വീഡിയോക്കകത്ത് ഇതിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാധാരണ ബിർച്ചാണ് ഉപയോഗിക്കാറ്. ബിർച്ചും പിന്നെ ഓക്ക്, അത് രണ്ടും ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ നല്ല ടൂൾസ് ഒക്കെ വേണം നമുക്ക്. ഹാപ്പ ഫിൻലാൻഡിൽ അതും ഉപയോഗിക്കാൻ പറ്റും. നല്ല ടൂൾസും വേണം നമുക്ക് ഇതെല്ലാം ഫിനിഷ് ചെയ്യാനായിട്ട്. നമ്മുടെ അങ്ങനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. എന്നാലും വിനോദ് അത്ര നല്ലതായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അല്ല, ഹാൻഡ് മെയ്ഡ് ആകുമ്പോഴത്തേക്ക് അതിന് അതിന്റേതായിട്ടുള്ള കുറവുകൾ ഉണ്ടാവും. അതാണ് അതിന്റെ സൗന്ദര്യവും. മെഷീൻ കട്ടിങ് ആയിരിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇത് നമ്മൾ കൈകൊണ്ട് ചെത്തി എടുക്കുമ്പോൾ ഇതിനകത്തോട്ട് ഇട്ടോ, കൈകൊണ്ട് ചെത്തി എടുക്കുമ്പോൾ അതിന്റേതായ കുറവുകൾ ഉണ്ടാവും. അതാണ് അതിന്റെ ഹൈലൈറ്റും. ഹാൻഡ് മെയ്ഡിന് വില കൂടുതലുമാണ്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതിന് എത്ര രൂപയൊക്കെ ആവും ഏകദേശം? മെഷീൻ കട്ട് അതായത് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ചൈനയിലൊക്കെ വരുന്നതാന്ന് തോന്നുന്നു. പ്രൊഡക്ഷൻ ചെയ്യുന്ന അതിനൊക്കെ 10-20 യൂറോയുള്ളു. അത് ഇനി നമ്മൾ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾക്കൊക്കെ 80, 90, 100 അതിന്റെ ക്വാളിറ്റിയും ഭംഗിയൊക്കെ അനുസരിച്ചൊക്കെയാണ്. ഇതെങ്ങനെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും 10, 40, 50 യൂറോ ഇപ്പോഴും കിട്ടും നമുക്ക്. അതെ, പലരും നമ്മളോട് ചോദിച്ചു. പിന്നെ ഇത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയോണ്ട് നമ്മൾ തന്നെ അങ്ങ് ഉപയോഗിക്കുകയാണ്. ശാരിക്കാരണം ഉണ്ടാക്കി കൊടുക്കണം, അതുകൊണ്ട് ഞാൻ വെറുതെ ഉണ്ടാക്കി തന്നെയാണ്. കാരണം ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ബെറി പിക്കിങ്ങിന് പോയ സമയത്ത് ബെറീസ് ഒക്കെ ഇങ്ങനെ വെക്കാനായിട്ട്. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനും തോന്നിയില്ല. അപ്പൊ വിനോദിന് ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിനോദ് ചെയ്യാൻ വേറൊരു സംഭവം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കിത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്കിത് ഉണ്ടാക്കി തന്നെയാണ്. കൊള്ളാം, രസമുണ്ട്. ഞാൻ അതിലിങ്ങനെ ബെറിയൊക്കെ പിച്ചിട്ടിട്ട് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു സന്തോഷം. അതിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ്. നമ്മൾ വിൽക്കാൻ വേണ്ടിയോ അങ്ങനെ ഒന്നും ചെയ്തതല്ല. നമ്മുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു രസത്തിനും ഒരു ഫണ്ണിനും ഒരു ടൈം പാസിനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ വേണ്ടി ചെയ്യുന്നതാണ്. അതെ, ഇനിയും വേറെ എന്തൊക്കെയോ ചെയ്യാനാണ് വിനോദിന്റെ. വിനോദിന് ടൈം ഉണ്ടല്ലോ, അപ്പൊ വിനോദ് ഇരുന്ന് ഉണ്ടാക്കും. ഇനി ഏവക്കുട്ടി പിടിക്കാന്നാണ് പറയുന്നത്. അപ്പൊ അച്ഛക്ക് ആ ടൂള് കൊടുക്കും, അച്ഛൻ പിച്ചട്ടെ. സ്പൈഡർ പേടിക്കണ്ട, സ്പൈഡറിനെ പേടിക്കണ്ട. കുഞ്ഞു സ്പൈഡർ, അവനൊന്നും ചെയ്യത്തില്ല. സ്പൈഡറിനെ പേടിയാണോ അയക്ക്? അല്ല, അയപ്പോ പേടിക്കേണ്ട കാര്യമില്ല, സ്പൈഡർ ഒന്നും ചെയ്യത്തില്ല. എന്തോ സ്പൈഡറിന് ഫിനിഷിൽ പറയുന്നേ? ഹമാഹക്കി. അതെ. അപ്പം ബെറി ഹാർവെസ്റ്റിംഗ് കാണിക്കണം നമ്മുടെ വീട്ടിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പം പിന്നെ കാണിച്ചേക്കാന്ന് കരുതി. എല്ലാം ഒന്നും നമ്മളിന്ന് പിച്ചുന്നില്ല. നമുക്കിപ്പോൾ ഇന്ന് ഇത് മാത്രം പിച്ച് ചെയ്യാൻ മതി. എല്ലാം കൂടെ ഒരുമിച്ച് പിച്ച് എടുത്തിട്ട് നമുക്ക് എന്തോ ചെയ്യാനോ, ഓരോന്നോരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇത് ആദ്യം പിച്ച് എടുക്കേണ്ട ഇതാ, കാരണം പെട്ടെന്ന് അങ്ങ് അളിഞ്ഞു പോകും. നമ്മൾ കൈ കൊണ്ട് പിച്ച് കഴിഞ്ഞാലും ചില സമയത്ത് ഇതൊക്കെ നല്ല. ഞാനാണെങ്കിൽ എല്ലാം വലിയ സൈസ് നോക്കിയേ പിച്ചത്തുള്ളൂ. എന്റെ ഒരു സ്വഭാവമാണ്. ഇപ്പം കാട്ടിൽ പോയി ബ്ലൂബെറി പിച്ചുവാണെങ്കിൽ എന്റെ ഒരു സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലുത് നോക്കിയേ പിച്ചത്തുള്ളൂ. അപ്പൊ എന്തായാലും എന്താ ഇഷ്ടം പോലെ നമ്മൾ പിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ എന്ന് പറയാനൊക്കത്തില്ല കേട്ടോ. ഈ ഒരു പാത്രം നിറയെ. എല്ലാം വലുതാ കണ്ടോ, നോക്കിയേ. 1 കിലോ കാണുമോ? അതറിയത്തില്ല. 1 കിലോ ഉണ്ടോ 2 കിലോ ഉണ്ടെന്ന്. ഇത്രത്തോളമാണ് നമ്മളിപ്പോൾ പിച്ച് ചെയ്യുന്നത്. ഇന്നൊക്കെ പിച്ചാൽ മതി. തണുക്കുന്നു, പിന്നെ കാറ്റുണ്ട്, മഴ പെയ്യുന്നു. കുറച്ചു നേരം നിന്ന് കഴിയുമ്പോൾ പിന്നെ ഏവക്കൂട്ടന് മടിയാവും, അല്ലേ ഏവക്കൂട്ട? അപ്പൊ എന്തായാലും നമ്മുടെ ബ്ലാക്ക് കറന്റ് എല്ലാം പിച്ചി കഴിഞ്ഞു. ഇനി നമുക്ക് പോവാം അല്ലേ? സൂപ്പറായിരുന്നോ? ഓക്കെ, അത് മാത്രമേ തിന്നത്തുള്ളൂ. സൂപ്പറായിരുന്നോ? ആണോ? സൂപ്പറാ. ഓക്കെ, പോവാ.
മതിയോ ഇനിയും വേണോ? നമുക്ക് പിച്ച് തിന്ന്. കുറെ തിന്നിട്ട് മതിയാവുന്നില്ലേ ഏവയ്ക്ക്? ഏവ ഇങ്ങനെ പിച്ച് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മൊത്തം പിച്ചു അല്ലേ? ഓക്കെ, പിച്ച് ഏതാ പിച്ചണ്ടതോ? അവിടെ ഒക്കെ നിൽക്കുന്നല്ലോ, അതെല്ലാം പിച്ച് മതിയോ? ഓക്കെ. അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ യാർഡില് ബെറീസ് ഒക്കെ പാകമായോ എന്ന് ചോദിച്ചവർക്കുള്ള ഒരു വീഡിയോ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.